നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആധാരങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്റെ ഒരു ബ്രദർ ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ വിവിധ തരത്തിലുള്ള ആധാരങ്ങൾ അതിന്റെ അടിയാധാരങ്ങളായി കണ്ടു. എന്താണ് ഈ ആധാരം, എന്താണ് ഈ അടിയാധാരം എന്ന് ആദ്യം നമുക്ക് പറയാം. ആധാരം എന്ന് പറയുന്നത് അതിന് മലയാളത്തിൽ പ്രമാണം എന്നും ഇംഗ്ലീഷിൽ ഡോക്യുമെന്റ്സ് എന്നൊക്കെ വിളിക്കും. നമ്മളൊരു സ്ഥലം വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അത് ഗവൺമെന്റിലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് ആധാരം എന്ന് പറയുന്നത്. ഇതിനൊരു രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ അതിനൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം. അതിനുശേഷമാണ് ഈ ഒരു രജിസ്ട്രേഷൻ നിർവഹിക്കുക. അതിന് ഒരുപാട് ഡോക്യുമെന്റ്സുകൾ നിരത്തിക്കൊണ്ടാണ് ഇത്തരം രജിസ്ട്രേഷനുകൾ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് ഇപ്പോ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആധാരത്തിലൊക്കെ ആളുടെ ഫോട്ടോ, എഴുതി കൊടുക്കുന്ന ആളുടെയും എഴുതി വാങ്ങുന്ന ആളുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ആധാരങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ആദ്യം ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആധാരം പരിശോധിക്കാം. ഇത് എന്റെ ബ്രദർ വാങ്ങിച്ച ഒരു സ്ഥലത്തിന്റെ ആധാരമാണ്. ഇത് സ്റ്റാമ്പ് പേപ്പർ, ഇത് ഈ സ്റ്റാമ്പ് പേപ്പറാണ്. ഒരു നിശ്ചിത അമൗണ്ടിന്റെ മുകളിലായിട്ട് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുമ്പോൾ ആ സ്റ്റാമ്പ് പേപ്പർ ഈ സ്റ്റാമ്പ് പേപ്പർ ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, പണ്ട് കാലത്തേക്ക് ആധാരം എഴുതുക അതിന്റെ ഭാഷ തന്നെ ഒരു പ്രത്യേക ഭാഷയായിരുന്നു. കാരണം നമുക്ക് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റില്ല. കാരണം ആധാരം എഴുത്തുകാർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽസ് തന്നെ ഇന്നും പണ്ട് കാലത്തും ഉണ്ട്. അപ്പൊ അവർ ആണ് ഈ സാധാരണ ഈ ആധാരം തയ്യാറാക്കുക. എന്നാൽ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് നമുക്ക് തന്നെ ഇതിന്റെ ഒരു ഫോർമാറ്റ്സ് ഒക്കെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കണം. എന്നാലും ഈ രംഗത്തുള്ള പ്രൊഫഷണൽസ് ആകുമ്പോൾ ആ കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയും. ആ തരത്തിൽ അവരുടെ സഹായം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പൊ അന്ന് ആധാരം ലിപി എഴുതി ആയിട്ടാണ് തയ്യാറാക്കിയിരുന്നത്. സ്റ്റാമ്പ് പേപ്പറും മറ്റും എഴുതിയാണ് തയ്യാറാക്കിയത്. ഇന്നത് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് വായിക്കാനൊക്കെ എളുപ്പമുണ്ട്. കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. പണ്ടുള്ള പല ആധാരങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് എന്താണ് കൃത്യമായി എഴുതിയതെന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ട്. അതിൽ ആ പ്രൊഫഷണൽസ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ചെറുത് എഴുതി കൊടുക്കുന്നത് അത് ഫാർമസിസ്റ്റ് തന്നെയാണ് വായിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ആധാരങ്ങളുടെ സ്ഥിതി. അപ്പൊ ഇത് ഇപ്പോൾ ഈ നമുക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഒക്കെ വന്നപ്പോൾ ആ സംഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒരു ആധാരത്തിന്റെ കണ്ടന്റ്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ആധാരത്തിൽ ഇപ്പൊ ഏത് ടൈപ്പ് ആധാരം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കാണാം, ഇത് തീരാധാരമാണ്, ജന്മം തീരാധാരമാണ്. പിന്നെ ഇത് എഴുതി വാങ്ങുന്ന ആളുടെയും എഴുതി കൊടുക്കുന്ന ആളുടെയും ഒക്കെ ഫോട്ടോ ഒക്കെ ഇതിൽ പതിച്ചിട്ടുണ്ടാവും. എഴുതി കൊടുക്കുന്ന ആളുകളുടെ ഒപ്പ് ഇതിലുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ എഴുതി കൊടുക്കുന്ന ആളുടെയും എഴുതി വാങ്ങുന്ന ആളുടെയും ഒക്കെ പേഴ്സണൽ ഇൻഫർമേഷൻ, അവരുടെ ഐഡന്റിറ്റി കാർഡ്, അവരുടെ പേര്, വിവരങ്ങൾ, അവരുടെ സ്ഥലം, വംശം, ദേശം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററീസ് ഇതിലുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ ആധാരത്തിന്റെ മെയിൻ ഒരു സംഭവമാണ് ആധാരത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പല അപേക്ഷയും നൽകുമ്പോൾ ഈ ആധാർ നമ്പർ ആവശ്യമുണ്ടാകും. ഉദാഹരണത്തിന് ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ആധാരത്തിന്റെ നമ്പർ, അതിന്റെ വിവരങ്ങളൊക്കെ ആവശ്യമുണ്ടാകും. ഇത്തരം സമയങ്ങളിൽ ഈ ആധാര നമ്പർ എവിടെയാണ് കാണുക? ഇപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്പർ ബാർ ഇന്നത് ബാർ കൊല്ലം. അഥവാ ആദ്യം ആധാരത്തിന്റെ ഡോക്യുമെന്റ് നമ്പറാണ്, രണ്ടാമത്തത് അതിന്റെ ബുക്ക് നമ്പറാണ്, മൂന്നാമത്തത് ഏത് കൊല്ലമാണത് രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ്. പിന്നെ ആധാരത്തിന്റെ പിൻഭാഗത്തും ഉണ്ടാവും. ഫ്രണ്ടില് പുതിയതിലൊക്കെ ഉണ്ടാവും. പഴയ ആധാരത്തിലൊക്കെ ബാക്ക് ഭാഗത്താണ്, ഇതാ ഫ്രണ്ട് പേജിന്റെ ബാക്ക് ഭാഗത്താണ് ഉണ്ടാകുക. ഈ ഭാഗത്ത് റെഡ് എങ്കിൽ ഇവിടെ എഴുതിയായിട്ട് കാണാം. അപ്പൊ ആ തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പുതിയ ആധാരത്തിലൊക്കെ സീൽ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പഴയ ആധാരങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പിൻഭാഗത്ത് എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തിയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഈ ഫസ്റ്റ് പേജിന്റെ പിന്നിലായിട്ട് ഈ ആളുകളുടെ ഒപ്പ് കാണാം. അതുപോലെ തന്നെ അവരുടെ തമ്പ് ഇംപ്രഷൻ കാണാം. പിന്നെ ഇത് ആരാണോ ഈ ആധാരം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ പേര്, വിവരങ്ങൾ, അവരുടെ ഒപ്പ് കാര്യങ്ങളും ഇതിൽ കാണാം. പിന്നെ ഇതിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളാണ് ഉണ്ടാവുക. ഇതിന്റെ ഒരു പ്രധാന കണ്ടന്റാണ് ഇതിന്റെ ആധാരത്തിന്റെ വസ്തുവിവര പട്ടിക, ഷെഡ്യൂൾ. ഈ ഷെഡ്യൂളിൽ ഈ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് വില്ലേജിൽ, ഏത് താലൂക്കിലൊക്കെ ഉൾപ്പെടുന്നു എന്നീ കാര്യങ്ങളും, സ്ഥലത്തിന്റെ സർവേ നമ്പർ, സ്ഥലത്തിന്റെ തരം, ഏത് തരമാണ്, തോട്ടം, അങ്ങനെ ഓരോ തരം ഭൂമിയുണ്ട്, ആ തരം എന്താണെന്നും
അതേപോലെ തന്നെ ഇതിന്റെ മറ്റു വിവരങ്ങളും അതിർത്തികളൊക്കെ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോൾ ഇത് എവിടെയാണ് ഉണ്ടാവുക എന്ന് പല ആളുകളും വീഡിയോയുടെ മറ്റും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അത് ഇതിലുണ്ടാവും. അതുപോലെ തന്നെ ഈ തണ്ടപ്പേര് നമ്പറൊക്കെ നമുക്ക് സാധാരണയായിട്ട് കാണുവാൻ റെസീറ്റ്, നമ്മുടെ ലാൻഡ് ടാക്സ് അടിച്ച റെസീറ്റിൽ ഈ പറഞ്ഞ സർവേ നമ്പറും ഈ വിസ്തീർണം കാര്യങ്ങളൊക്കെ അതിലും ഉണ്ടാവും. അപ്പൊ അവിടെ ഈ രണ്ട് രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും. ഇനി ഇതിന്റെ അവസാന ഭാഗത്തായി ഇത് എഴുതി കൊടുത്ത ആളുകളുടെ ഒപ്പും അതേപോലെ തന്നെ സാക്ഷികളുടെ പേര് വിവരങ്ങളും അവരുടെ ഒപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ സ്ഥലത്തിന്റെ ഒരു സ്കെച്ചാണ് സാധാരണയായി പുതിയ ആധാരത്തിലും മറ്റും കാണുക, പഴയ ആധാരത്തിലും കാണാൻ സാധിക്കും. ഈ സ്കെച്ചും ഇതിലുണ്ടാവും. ഇതാണ് ഒരു പ്രധാനമായ ആധാരത്തിലെ കണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി ആധാരം വിവിധ ടൈപ്പുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും തീരാധാരങ്ങളാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. തീരാധാരം തന്നെ പല ടൈപ്പ് തീരാധാരമുണ്ട്. അതിൽ പ്രധാനമായത് ജന്മം തീരാധാരം, മറ്റൊന്ന് കാണം തീരാധാരം. ഒരു നിശ്ചിത അമൗണ്ട് നിശ്ചയിച്ചുകൊണ്ട് എ എന്നാൽ ബിയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇതൊരു ജന്മം തീരാധാരമാണ്. അയാൾക്ക് 1,00,000 രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എത്രയാണോ ആ സ്ഥലത്തിന്റെ തുക നൽകിക്കൊണ്ട് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോഴാണ് ഈ ജന്മം തീരാധാരം തയ്യാറാക്കുന്നത്. എന്നാൽ കാണം തീരാധാരമാവട്ടെ, കാണം തീരാധാരം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറുന്നില്ല. ഉദാഹരണത്തിന് ഒരു കൃഷിഭൂമി, അത് കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടം വ്യവസ്ഥയിൽ ഒരു 10-25 വർഷത്തേക്ക് ഒരാൾ മറ്റൊരാൾക്ക് കൈമാറും. ഇത് കാണം തീരാധാരമാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഉദാഹരണങ്ങൾ പറയുന്നത്. മറ്റൊരു ടൈപ്പ് ആധാരമാണ് ധനനിശ്ചയ ആധാരം അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആധാരം എന്ന് പറയുന്നത്. ഒരാൾ പ്രത്യേക പ്രതിഫലമൊന്നും വാങ്ങിക്കാതെ അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഒരു സ്ഥലം എഴുതി കൊടുക്കുമ്പോഴാണ് ഈ ധനനിശ്ചയ ആധാരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇഷ്ടദാന ആധാരം എന്നും വിളിക്കാറുണ്ട്. ഇനി മറ്റൊരു ആധാരമാണ് ഭാഗപത്രം. ഒരു പഴയ തറവാടിന്റെ സ്ഥലം അത് ഒരുപാട് ആളുകൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരുപാട് ആളുകൾക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന ആധാരമാണ് ഭാഗപത്രം എന്ന് പറയുന്നത്. ഇതൊരു പഴയ ഭാഗപത്രമാണ്. ഇതിൽ നമുക്ക് കാണാം 9 രൂപയാണ് ഇതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു വർഷം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്കറിയാം ഈ ഭാഗം ലഭിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളും അവർക്ക് കൊടുത്ത സ്ഥലമൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ പട്ടികയിൽ ഉണ്ടാവും. ഇതിന് പ്രത്യേകം വെച്ചാൽ ഇത് ഒരു ആധാരമാണ്, ഇതിന്റെ ഒറിജിനൽ ആധാരം ഉണ്ടാവും. ഭാഗം ലഭിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്, അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ആധാരമാണ് കൂട്ടാവകാശ ഒഴിമുറി ആധാരം എന്ന് പറയുന്നത്. അഥവാ ഒരു പറ്റം ആളുകൾക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒരു സ്ഥലത്ത് അവകാശമുണ്ടായിരിക്കെ അതിൽ നിന്നും ഒരാൾ അയാളുടെ അവകാശം മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റു എല്ലാ വ്യക്തികൾക്കോ കൈമാറുന്നതിനാണ് കൂട്ടാവകാശ ഒഴിമുറി ആധാരം എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഉദാഹരണം പറയാം. ഒരു സ്ഥലം ഒരു അച്ഛന്റെ അമ്മയുടെ 4 മക്കളുടെ കയ്യിലാണെന്ന് വിചാരിക്കുക. അവരുടെ പേരിലാണ് ആധാരമുണ്ട്. അതിൽ നിന്നും എ എന്നാൽ ബിക്കും സിക്കും ഡിക്കും അത് ഒഴിഞ്ഞു കൊടുക്കുന്നു. അയാളുടെ അവകാശം 3 പേർക്കായിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഈ കൂട്ടാവകാശ ഒഴിമുറി ആധാരം തയ്യാറാക്കുന്നത്. അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് കൂട്ടാവകാശ ഒഴിമുറി ആധാരം ആണ് അവിടെ തയ്യാറാക്കപ്പെടുന്നത്. ഇനി മറ്റൊരു ആധാരമാണ് ഒസ്യത്ത് ആധാരം. ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾ അവരുടെ മരണശേഷം അവരുടെ ഭൂമി മറ്റൊരാൾക്ക് കൈമാറും എന്നതിനാണ് ഈ ഒസ്യത്ത് ആധാരം അല്ലെങ്കിൽ വിൽപത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പ്രകാരം എഴുതി വെക്കുന്ന ആധാരമാണ് ഒസ്യത്ത് ആധാരം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആധാരം ഈ ആൾക്ക്, ഈ എഴുതി വെച്ച ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും എന്നതാണ്. അതേപോലെ തന്നെ ഈ എഴുതി കൊടുത്ത ആളുടെ മരണശേഷം മാത്രമാണ് ഈ ഇത് ലഭിച്ച ആളുകൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കൈവരികയുള്ളൂ എന്ന കാര്യം ഈ ഒസ്യത്ത് ആധാരത്തിന് ഒരു പ്രത്യേകതയാണ്. ഇനി മറ്റൊരു ആധാരമാണ് അവകാശ തീരാധാരം എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ഈ അവകാശ തീരാധാരത്തിൽ അത് ഒരു പ്രത്യേക ആവശ്യങ്ങൾ മാത്രമാണ്, അഥവാ ഉടമസ്ഥാവകാശം നൽകുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ സ്ഥലത്തു കൂടെ വഴി പോകുവാൻ മറ്റൊരാൾക്ക് അനുവാദം കൊടുക്കുന്നു. അവിടെ നമുക്ക് അവകാശ തീരാധാരം തയ്യാറാക്കാം. അതിന്റെ ഉടമസ്ഥാവകാശമല്ല കൈമാറുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തെ വെള്ളം ഉപയോഗിക്കുവാൻ വേണ്ടി മറ്റൊരാൾക്ക് കൈമാറാം. ഇത്തരം അവസരങ്ങളിൽ അവകാശ തീരാധാരം എന്ന പ്രമാണം ഉണ്ടാക്കാൻ സാധിക്കുന്ന. ഇനി മറ്റൊന്നാണ് ക്രയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ക്രയ സർട്ടിഫിക്കറ്റ്
എന്ന് പറഞ്ഞാൽ എളുപ്പം പട്ടയം നൽകുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പട്ടയം നൽകുന്നത് ഗവൺമെന്റ് അവകാശപ്പെട്ട ഒരു ഭൂമി അഥവാ മറ്റൊരാൾക്കും അവകാശപ്പെടാത്ത ഉടമസ്ഥ അവകാശമില്ലാത്ത ഒരു ഭൂമി അത് ഗവൺമെന്റ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ പതിച്ചു നൽകുമ്പോൾ ഉണ്ടാക്കുന്ന രേഖയാണ് ഈ ക്രയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പട്ടയം എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഭൂമികൾ പതിച്ചു നൽകുമ്പോൾ സാധാരണയായി ആധാരം ഉണ്ടാക്കാറില്ല, ഈ പട്ടയമാണ് ഉണ്ടാക്കുക. ഇനി ആധാരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പകർപ്പാധാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം. അത് നമുക്കൊരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ എല്ലാ ആധാരത്തിന്റെയും എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കില്ല. അത് അതിന്റെ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആധാരം, ഇതിപ്പോ ഒരു ഡ്യൂപ്ലിക്കേറ്റിനുള്ള ആധാരത്തിന് ലഭിച്ച ഇതിന്റെ ഒരു ഫ്രണ്ട് പേജ് 50 സ്റ്റാമ്പ് പേപ്പറിലാണ് ഇത് ലഭിച്ചിരിക്കുന്ന ആളാണ് ഇത് അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇതാണ് ആധാരം. അപ്പോ അത് പകർപ്പ ആധാരം എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഓരോ ആധാരങ്ങളും തയ്യാറാക്കുമ്പോൾ അതിനൊരു കോപ്പി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നൽകുകയാണ് ചെയ്യുന്നത്. ഈ സേവന കേന്ദ്രം എന്ന ഈ യൂട്യൂബ് ചാനലിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന അറിവുകളാണ് പങ്കുവെക്കുന്നത്. ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും ഡിസ്ലൈക്കായും രേഖപ്പെടുത്താം. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.